നമസ്കാരം. കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ലത് മാത്രം ചെയ്യുക. കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സൂര്യോദയം കണ്ടിട്ടുണ്ടോ? സൂര്യാസ്തമയം കണ്ടിട്ടുണ്ടോ? ഭയങ്കര പോസിറ്റീവ് വൈബ് കിട്ടുന്നൊരു സംഭവമാണ്. സമയം കിട്ടുമ്പം ഈ കന്യാകുമാരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉദയവും കാണണം, അസ്തമനവും കാണണം. ഭയങ്കര പോസിറ്റീവ് എനർജി നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അതായത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ എന്താവും അവസ്ഥ? നമ്മളെ ഈ മലയാളികൾ എല്ലായിടത്തും കാലുകുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് സൂര്യനിൽ കാലുകുത്താൻ പറ്റുന്നില്ല? പറ്റില്ല. സൂര്യൻ എന്നൊക്കെ പ്രപഞ്ച ശക്തിയാണ്, പവറാണ്. അതായത് സൂര്യദേവന് പെട്ടെന്ന് പ്രത്യക്ഷമാണ്. പക്ഷേ സൂര്യൻ ഉദിച്ചു വരുന്നത് പതുക്കെ 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 കടലിൻ്റെ അടിയിൽ നിന്ന് മുകളിലോട്ട് വന്ന് പ്രകാശമായി മൊത്തം പ്രകാശം പരത്തുകയാണ്. രാത്രിയായാലോ ചന്ദ്രഭഗവാൻ. ഇതൊക്കെ പ്രപഞ്ച ശക്തികളാണ്. ഇതിൽ മനുഷ്യന് കൈകടത്താനൊന്നും പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ചന്ദ്രനിൽ, ചൊവ്വയിൽ ചന്ദ്രനിൽ വസ്തു വാങ്ങിച്ചിടുന്നു, ചായക്കട നടത്തുന്നു. എന്തുകൊണ്ട് സൂര്യനിൽ പോകാൻ പറ്റുന്നില്ല? അവിടെയാണ് ആ പ്രപഞ്ചത്തിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. കാറ്റായാലും സൂര്യപ്രകാശമായാലും ചന്ദ്രപ്രകാശമായാലും നക്ഷത്രങ്ങളായാലും ഇതൊക്കെ പ്രപഞ്ച പവറാണ്. ഈ സൂര്യൻ്റെ മാഗ്നറ്റ് പവർ എന്ന് വെച്ചാൽ വേറെ വൈബാണ്. ആളെ വെല്ലാൻ, അതായത് നമ്മളെ മുന്നിൽ കാണുന്ന സൂര്യഭഗവാൻ, രാവിലെ നിങ്ങൾ എണീച്ചിട്ട് സൂര്യദേവനെ വന്ദിച്ചിട്ട് ഒരു സൂര്യ നമസ്കാരമൊക്കെ ചെയ്ത് പോയി നോക്കിയാണ് നല്ല പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും. ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല. നമ്മൾ കൺമുമ്പിൽ കാണുന്നതാണ് ആ ഒരു പവർ. ഇനി എത്രയൊക്കെ ഉച്ചകുത്തി നിന്നാലും സൂര്യ അവിടെ എത്താൻ പറ്റുമോ? എത്രയോ കിലോമീറ്റർ പോകുമ്പോഴേ കത്തിക്കരിഞ്ഞു പോകും മനുഷ്യന്മാർ. എന്നാലും മനുഷ്യന്മാർ അഹങ്കാരമൊന്നും തീരുന്നില്ല. ചന്ദ്രനിൽ പോയി ഓക്കെ വസ്തു വാങ്ങിച്ച്, ഇവിടുന്ന് ഭൂമിയിലുള്ളവരെ വസ്തു വാങ്ങിച്ചൊക്കെ അവിടെ ഇടുന്നുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത്. എനിക്കറിയില്ല. കുറച്ച് പറഞ്ഞു വരുന്നത്, നമുക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വേറെ യാത്ര പോവുക, കന്യാകുമാരിയിൽ അല്ലെങ്കിൽ സൂര്യോദയ അസ്തമയമൊക്കെ കാണുക. അവിടുത്തെ ഒരു പോസിറ്റീവ് വൈബ് നമ്മളെ ഉള്ളിലിടും. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുറേ സമയം ഇങ്ങനെ ആകാശത്തൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മൾ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലും ഇങ്ങനത്തെ നമ്മളെ മൈൻഡ് പ്രിപ്പറേഷൻ അത് പക്കയായിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം സക്സസ് ആവും. ഓക്കെ, ആരും ടെൻഷൻ അടിക്കണ്ട. എല്ലാം